ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യണ വീഡിയോ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ സാധിക്കും, ഒരു വ്യക്തിയുടെ ശരീരത്തിലെ കൊഴുപ്പ് കൂടാനും ബോഡി ഫാറ്റ് കുറയാനും കാരണമാവണ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു പരിധി വരെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ ഒരു കമൻറ്റ് കണ്ടു, എങ്ങനെയാണ് വയറ് കുറയ്ക്കുക, എങ്ങനെയാണ് ബോഡി ഫാറ്റ് കുറയ്ക്കുക എന്നുള്ള ഒരു കമൻറ്റ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സയൻസ് എന്താണ്, നമ്മുടെ ബോഡി ഫാറ്റ് കുറയണതിൻ്റെ കൂടണതിൻ്റെ ഒരു ശാസ്ത്രം എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യണത്. നിങ്ങൾക്കിത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. എന്തിനാണ് ബോഡി ഫാറ്റ് ലൂസ് ചെയ്യണേനെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ഞാനൊരിക്കലും നിങ്ങൾ കൂടുതൽ സൗന്ദര്യമുള്ളവരായി മാറാൻ വേണ്ടി ബോഡി ഫാറ്റ് ലൂസ് ചെയ്യാനായിട്ട് പറയില്ല. കുറച്ച് കൊഴുപ്പുള്ളത് മോശമാണെന്നോ ഫാറ്റ് കുറഞ്ഞ ശരീരം നല്ലതാണെന്നോ ഞാൻ പറയില്ല. പക്ഷേ എൻ്റെ ഓഡിയൻസ് അധികവും ഒരു 60 വയസ്സിന് മുകളിലുള്ളവരാണ്, സീനിയേഴ്സാണ്. ഒരു സീനിയേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി ഫാറ്റ് കുറഞ്ഞ് നമ്മൾ കുറച്ചും കൂടിയും ലീനായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻറ്റുകളുമേയുള്ള, അതായത് നമ്മുടെ മുട്ട്, കാലിൻ്റെ ആങ്കിള്, ഇങ്ങനെ പല പല ജോയിൻറ്റുമേക്ക് പോണ സ്ട്രെസ്സ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതായത് ബോഡി ഫാറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ അത്രയും വെയ്റ്റിനെ ഈ ജോയിൻറ്റുകൾക്ക് മാനേജ് ചെയ്യേണ്ടി വരില്ല. അങ്ങനെ ആ ജോയിൻറ്റുകൾ കുറച്ചും കൂടിയും ആരോഗ്യപരമായി ഇരിക്കാനായിട്ട് ബോഡി ഫാറ്റ് കുറയ്ക്കണത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റികൾ, നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യണ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറച്ചും കൂടി ലീൻ ആവണത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമ്മൾ നമ്മുടെ ശരീരത്തെ കൊഴുപ്പ് കുറയ്ക്കുമ്പോൾ, ബോഡി ഫാറ്റ് കുറയ്ക്കുമ്പോൾ പലർക്കും പറ്റുന്നൊരു കാര്യം, അവർക്ക് അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ മസിലുകളും നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു കാര്യം കൂടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾക്ക് നമ്മുടെ മസിൽ നഷ്ടപ്പെടാതെ നമുക്ക് എങ്ങനെ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാം എന്നുള്ളതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം. അതിന് പ്രധാനമായിട്ട് നമ്മുടെ ഭക്ഷണ രീതി വലിയൊരു ഫാക്ടറാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പും കുറയ്ക്കണം, അതുപോലെ തന്നെ നമ്മുടെ മസിലുകൾ നമുക്ക് നഷ്ടപ്പെടാതെ ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുള്ളതും ഒരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ എങ്ങനെയാണ് ശരീരത്തിലെ കൊഴുപ്പ് കൂടണത്, എങ്ങനെയാണ് ശരീരത്തിലെ കൊഴുപ്പ് കുറയണത് നമുക്കൊന്ന് പരിശോധിക്കാം. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയൊരു ടേം പരിചയപ്പെടുത്താനുണ്ട്. കാലറീസ് എന്നുള്ളൊരു വാക്കാണ് എനിക്ക് പരിചയപ്പെടുത്താനുള്ളത്. ഇതറിയുന്നവരും അറിയാത്തവരും ഉണ്ടാവും. കാലറീസ് എന്ന് പറയണത് നമ്മളൊരു സാധനത്തിൻ്റെ വെയിറ്റ് തൂക്കുമ്പോൾ കിലോഗ്രാമിൽ തൂക്കണുണ്ടല്ലോ, അതുപോലെ ഊർജത്തിനെ മെഷർ ചെയ്യുന്നൊരു ടേമാണ് കാലറി എന്ന് പറയുന്നത്. അതായത് ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, നമുക്ക് ഒരു ദിവസം 24 മണിക്കൂർ തള്ളി നീക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന് ഇത്രത്തോളം ഊർജം ചിലവാക്കേണ്ടി വരും. അതിനെ കൗണ്ട് ചെയ്യണ അതിൻ്റെ ഒരു മെഷർമെൻറ്റിൻ്റെ യൂണിറ്റാണ് കാലറി എന്ന് പറയുന്നത്. അതായത് എൻ്റെ ജെൻഡറും എൻ്റെ പൊക്കവും എൻ്റെ തടിയും ഉള്ളൊരു വ്യക്തിക്ക് ഏകദേശം ഒരു ദിവസം 2200 കാലറി ചിലവാക്കേണ്ടി വരും എൻ്റെ ഒരു ദിവസം കടന്നു പോകാനായിട്ട്. അത് ഓരോ ആൾക്കാർക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അവരുടെ പൊക്കം, അവരുടെ വെയിറ്റ് എന്താണ്, അവരുടെ ആണാണോ പെണ്ണാണോ, അവരുടെ പ്രായം എന്താണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, അവരെന്തുമാത്രം എക്സസൈസ് ചെയ്യാനുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കും അവരൊരു ദിവസത്തിൽ എത്രമാത്രം ഊർജം ചിലവാക്കുന്നുണ്ടെന്നുള്ളത്. അതായത് നമ്മുടെ ശരീരം എപ്പോഴും ഊർജം ചിലവാക്കുന്നുണ്ട്. അതായത് നമ്മൾ ഉറങ്ങുമ്പോഴായാലും നമ്മുടെ ദഹന പ്രക്രിയ, നമ്മൾ ദിവസത്തിലെ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ, നമ്മൾ പല്ല് തേക്കുക, കുളിക്കുക, നമ്മൾ ദിവസത്തിൽ നടക്കുക, ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ഊർജം ചിലവാക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ, അങ്ങനെ പല ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും നമ്മുടെ ശരീരം ഊർജം ചിലവാക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ശരീരം ഒരു ദിവസത്തിൽ ചിലവാക്കണ ഊർജത്തിനേക്കാൾ കൂടുതൽ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ ഊർജം കഴിച്ചാൽ നമുക്ക് വെയിറ്റ് കൂടും എന്നുള്ളതാണ് ഒരു ലോജിക്ക്. അതിന് പകരമായിട്ട് നമ്മൾ ചിലവാക്കണ ഊർജത്തിനേക്കാളും കുറവാണ് നമ്മൾ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെയിറ്റ് കുറയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ശരീരം ചിലവാക്കണ ഊർജത്തെക്കാളും കൂടുതൽ ഊർജം നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് കൺസ്യൂം ചെയ്താൽ, ഭക്ഷണത്തിൽ നിന്ന് കഴിച്ചാൽ നമുക്ക് വെയിറ്റ് കൂടും, നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കൂടും. അതുപോലെ തന്നെ നമ്മുടെ ശരീരം ചിലവാക്കുന്നതിനേക്കാൾ കുറച്ചാണ് നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഊർജ്ജം എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയും, നമ്മുടെ വെയിറ്റ് കുറയും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഇത്രയും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെയിറ്റ് കൂടാനും കുറയാനും ഉള്ള പ്രധാന ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് എത്രമാത്രം ഊർജം, എത്രമാത്രം കാലറി കൺസ്യൂം ചെയ്യുന്നു,
അതുപോലെ നമ്മുടെ ശരീരം എത്രമാത്രം കാലറി ചിലവാക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മുടെ ബോഡി വെയ്റ്റ് കുറയുക, ബോഡി വെയ്റ്റ് കൂടുക എന്നുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ടോപ്പിക്കിലേക്ക് പോകാം. ഉള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ദിവസം ചിലവാക്കുന്ന ഊർജ്ജം എത്രയാണ്, അതുപോലെ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് കൺസ്യൂം ചെയ്യണം, ഭക്ഷണത്തിൽ നിന്ന് കഴിക്കുന്ന ഊർജ്ജം എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചാലാണ് നമുക്കിതിലൊരു ഐഡിയ കിട്ടുള്ളൂ. നമുക്ക് എത്രത്തോളം കഴിച്ചാലാണ് നമ്മുടെ തടി കുറയാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഫാറ്റ് കുറയാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളത് ഈ 2 കാര്യങ്ങൾ കണ്ടുപിടിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ആ കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. അതിന് കുറച്ചും കൂടിയും ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യണതായിരിക്കും. എങ്ങനെയാണ് നിങ്ങൾ ചിലവാക്കണ കാലറീസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക, നിങ്ങൾ കഴിക്കുന്ന കാലറീസ് എത്രയാണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടാവും. ഇന്നത്തെ വീഡിയോയിൽ ഈ കോൺസെപ്റ്റുകൾ, ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്നുള്ളതാണ് ഞാൻ പറയണതിൻ്റെ ഉദ്ദേശം. കാരണം പല യൂട്യൂബ് ചാനലുകളും വീഡിയോകളും ചുമ്മാ എക്സസൈസ് ചെയ്താൽ നിങ്ങളുടെ തടി കുറയും എന്ന് പറഞ്ഞു വെക്കണ യൂട്യൂബ് ചാനലുകളും വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല, വേറെ ഒരുപാട് ഫാക്ടറുകൾ ഇതിനുണ്ട്, വേറെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് പറഞ്ഞു വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഇത്തരം തട്ടിപ്പുകളിൽ പോയി വീഴാതിരിക്കുക എന്നുള്ളൊരു ഐഡിയയും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണതിൽ കൂടെ മുമ്പോട്ട് വെക്കണത്. ഇനി എനിക്ക് പറയാനുള്ള കാര്യം, നമുക്ക് തടി കുറയ്ക്കാനായിട്ട്, അതായത് നമ്മുടെ ഫാറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഭക്ഷണ രീതിയിലാണ് മെയിനായിട്ട് മാറ്റങ്ങൾ വരുത്തുക. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഊർജ്ജം നമ്മൾ ചിലവാക്കണേക്കാളും കുറവായിരിക്കണം. പക്ഷേ ഇതുപോലെ ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളൊരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മസിൽസ് നഷ്ടപ്പെടരുത്. നമ്മുടെ മസിൽസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൊഴുപ്പ് കുറയ്ക്കുക, ഇതുപോലെ കൊഴുപ്പ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്ന ഒരു കാര്യം. അപ്പോഴാണ് പ്രോട്ടീൻ എന്നുള്ളതിൻ്റെ റോള് കടന്നു വരണത്. പ്രോട്ടീനെ പറ്റി ഞാനൊരു വീഡിയോ ഓൾറെഡി ഇതിനു മുമ്പ് ഞാൻ ഈ ചാനലിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ പ്രോട്ടീനെ പറ്റിയുള്ള വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാം. അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഞാനൊന്നുകൂടി പറയാം. അതായത് നമ്മുടെ ശരീരത്തിലെ മസിലുകളെ റീബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ റിപ്പയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യണ ഒരു പോഷകമാണ് പ്രോട്ടീൻ എന്നുള്ളത്. നമ്മൾ എന്തെങ്കിലും ശാരീരികമായിട്ട് അധ്വാനിക്കുമ്പോൾ, എന്തെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോൾ, എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ജോലികൾ ചെയ്യുമ്പോൾ നമ്മുടെ മസിലുകളെ ഉടച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യണത്. ആ മസിലുകൾ ഉടച്ചതിന് ശേഷം പ്രോട്ടീൻ നമ്മൾ കഴിച്ചാൽ മാത്രമേ ഈ മസിലുകൾ റീബിൽഡ് ആവുകയും ചെയ്യുള്ളൂ, ഈ മസിലുകൾ റിപ്പയർ ആവുകയും ചെയ്യുള്ളൂ. ഒരു ചെറുപ്പക്കാരനായ ആളുടെ ശരീരത്തിൽ ചിലപ്പോൾ ഈ റീബിൽഡ് ആവുക, റിപ്പയർ ആവുക എന്നുള്ളൊരു കാര്യം നടക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും, അതിനേക്കാളും കൂടുതൽ പ്രോട്ടീൻ വേണമായിരിക്കും ഒരു പ്രായമായ വ്യക്തിയുടെ ശരീരത്തിൽ ഈ പ്രോസസ്സുകൾ നടക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് നിങ്ങളുടെ ഭക്ഷണം കുറയ്ക്കുമ്പോൾ അതിൻ്റെ ഒപ്പം പ്രോട്ടീൻ കൂടി കുറഞ്ഞു പോകരുത്. കാരണം നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ഭക്ഷണം കുറയ്ക്കണത്, നമ്മുടെ മസിലുകൾ കുറയ്ക്കാനല്ല. നമ്മുടെ മസിലുകൾ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ പ്രോട്ടീൻ ആവശ്യത്തിന് കഴിക്കുക. എന്തുമാത്രം പ്രോട്ടീൻ നിങ്ങൾ കഴിക്കണം, പ്രോട്ടീൻ നന്നായിട്ട് നമുക്ക് ഏതൊക്കെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടും എന്നുള്ളതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചാനലിൽ ചെയ്ത വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടി കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. ശരീരഭാരം കുറയ്ക്കുന്നതിൻ്റെ മറ്റൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക, കരുത്ത് വർദ്ധിപ്പിക്കുന്ന എക്സസൈസുകൾ ചെയ്യുക. അത് കൂടുതൽ ഊർജ്ജം ചിലവാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരഭാരം കുറയ്ക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മസിലുകൾ ആരോഗ്യപരമായി വയ്ക്കാനും മസിലുകളുടെ കരുത്ത് വർദ്ധിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കുറയ്ക്കുക എന്നുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഭക്ഷണം കുറച്ച് മാത്രം ചെയ്യാതിരിക്കുക. അതിനായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക. അതായത് നമ്മുടെ ശരീരം എന്തുമാത്രം ഊർജം ചിലവാക്കുന്നു എന്നുള്ളത് കൂടി അനുസരിച്ചിരിക്കുമല്ലോ നമ്മുടെ കൊഴുപ്പ് കുറയുക എന്നുള്ളൊരു കാര്യം. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചിലവാക്കുന്നതും കഴിക്കുന്നതും ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ശരീരം കൂടുതൽ ഊർജ്ജം ചിലവാക്കുന്നതനുസരിച്ച് അത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. അതിനായിട്ട് നമ്മൾ ചെയ്യണ ഒരു കാര്യമാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. എക്സസൈസ് ചെയ്യുക എന്നുള്ളതിന് രണ്ടുണ്ട് ഉദ്ദേശം. ഒന്ന്, നമ്മൾ ചിലവാക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് കൂട്ടുക,
അതുപോലെ തന്നെ നമ്മുടെ മസിലുകളെ ആരോഗ്യപരമായിട്ട് വെക്കുക. ഈ മസിലുകളെ ആരോഗ്യപരമായിട്ട് വെക്കാനാണ് നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണത്, കരുത്ത് വർദ്ധിപ്പിക്കുന്ന എക്സസൈസുകൾ ചെയ്യണത്. ഞാൻ ഈ ചാനലിൽ ഇതിനു മുമ്പ് 60 വയസ്സ് കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റുന്ന കരുത്ത് വർദ്ധിപ്പിക്കുന്ന എക്സസൈസുകൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ എക്സസൈസുകൾ ചെയ്യണതിൻ്റെ ഉദ്ദേശം ഇതാണ്. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മസിലുകളെ ആരോഗ്യപരമായിട്ട് വെക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടിയുണ്ട് ഈ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണത്. അതായത് ഡംബലുകൾ വെച്ച് എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ബോഡി വെയ്റ്റ്, ശരീരത്തിൻ്റെ വെയ്റ്റ് തന്നെ ഉപയോഗിച്ച് എക്സസൈസ് ചെയ്യുക. റെസിസ്റ്റൻസ് ബാൻഡുകൾ, അത് ഞാൻ ഈ ചാനലിൽ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടില്ല. റെസിസ്റ്റൻസ് ബാൻഡ്, അത് വെച്ച് എനിക്കൊരു വീഡിയോ ചെയ്യാൻ കൊള്ളാമെന്നുണ്ട്. ഇങ്ങനെ പല ഉപകരണങ്ങൾ വെച്ച് വെയ്റ്റ് എടുത്ത് എക്സസൈസ് ചെയ്ത് നമ്മുടെ കരുത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യമാണ്. ചില ആളുകൾക്ക് എക്സസൈസ് ചെയ്ത് തുടങ്ങാൻ ചെറിയൊരു മടിയുള്ള ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് എൻ്റെ ഒരു പേഴ്സണൽ റെക്കമെൻഡേഷൻ നടന്നു തുടങ്ങുക എന്നുള്ളതാണ്. എക്സസൈസുകളിൽ ഏറ്റവും ചെയ്യാൻ എളുപ്പവും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ആസ്വദിക്കാൻ തോന്നുന്ന ഒരു കാര്യമാണ് നടക്കുക എന്നുള്ളത്. എൻ്റെ ഓഡിയൻസിലധികവും ഒരു സീനിയർ ഓഡിയൻസ് ആയതുകൊണ്ട് നടന്നു തുടങ്ങുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെ നല്ലൊരു എക്സസൈസ് ആയിരിക്കും. നിങ്ങളുടെ ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളില്ല, ഒരുപാട് എക്യുപ്മെൻസിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ശാരീരിക അവസ്ഥ അനുസരിച്ച് എത്ര നേരം നടക്കാം, എത്ര സ്പീഡിൽ നടക്കുക എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ നടക്കുക എന്നുള്ളത് വളരെ ഹെൽപ്ഫുള്ളായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു എക്സസൈസ് കാര്യമാണ് നടക്കുക എന്നുള്ളത്. ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് അതിനെ കരുതിയാൽ മതി. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വെയിറ്റ് മാനേജ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, വെയിറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ ശ്രമിക്കുമ്പോൾ, നമ്മളിവിടെ സംസാരിക്കുന്നത് വെയിറ്റ് കുറയ്ക്കുന്നതിനെ പറ്റിയാണ്. വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഉറക്കം മാനേജ് ചെയ്യുക എന്നുള്ളത്. ഒരു ദിവസത്തിൽ 7-8 മണിക്കൂർ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് റിക്കവറി കൊടുക്കുക, ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ വെയിറ്റ് മാനേജ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുക. ഒരു 7 to 8 hours, 7 to 8 മണിക്കൂർ വരെ ഒരു ദിവസത്തിൽ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ എല്ലാം ശരിക്കും ആരംഭം ഹാബിറ്റുകൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് കറക്റ്റായിട്ട് ഉറങ്ങുക, നമ്മളൊരു സമയം വെച്ച് ആ സമയത്ത് എക്സസൈസ് ചെയ്യുക. ഇന്ന് എക്സസൈസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ തുടങ്ങുക, പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക. ഇന്ന് നമ്മൾ ചെയ്തതിനേക്കാളും കൂടുതൽ നന്നായിട്ട് നാളെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ ശീലങ്ങൾ ഉണ്ടാക്കിയെടുത്താലാണ് നമുക്ക് ഈ ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. എക്സസൈസ് എന്നുള്ളത് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. പക്ഷേ എക്സസൈസ് മാത്രമല്ല, നമ്മൾ കഴിക്കണ ഭക്ഷണം, നമ്മുടെ ഉറക്കത്തിൻ്റെ രീതി, നമ്മൾ ചെയ്യണ എക്സസൈസുകൾ, നമ്മുടെ ദിവസത്തിലെ ബാക്കി ആക്ടിവിറ്റികൾ, ഇതെല്ലാം നമ്മുടെ ബോഡി വെയ്റ്റ് ലൂസ് ചെയ്യാനോ ബോഡി വെയ്റ്റ് കൂട്ടാനോ ആയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെയെല്ലാം മാനേജ് ചെയ്യണയിടത്താണ് നമ്മുടെ ശരീരഭാരം കുറഞ്ഞു വരിക, അല്ലെങ്കിൽ ശരീരത്തിലെ കൊഴുപ്പ് ഹെൽത്തി ആയിട്ട് കുറയ്ക്കുക എന്നുള്ളൊരു പരിപാടി നടക്കുന്നത്. വെറുതെ ഭക്ഷണം മാത്രം കഴിക്കാതിരുന്ന് കുറയ്ക്കാം. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ മസിലുകൾ നഷ്ടപ്പെടും, നമ്മുടെ ശരീരത്തിൻ്റെ കരുത്ത് നഷ്ടപ്പെടും. അപ്പോൾ ഭക്ഷണവും കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ചില യൂട്യൂബ് വീഡിയോയിൽ കാണുന്ന പോലെ 7 ദിവസം ഈ എക്സസൈസ് ചെയ്യ്, 7 ദിവസം ഈ ഒരു ഡ്രിങ്ക് കുടിക്കുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറയ്ക്കുക, ബോഡി ഫാറ്റ് കുറയ്ക്കുന്ന കാണുന്ന യൂട്യൂബ് വീഡിയോകളിൽ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു എന്നല്ലാതെ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണില്ല. അതിൻ്റെ ശരിക്കും സംസാരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇൻഫോർമേഷൻ തന്ന്, ഒരു പാതി ഇൻഫോർമേഷൻ തന്ന് അതിലേക്ക് കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിട്ടാണ്, ആ വീഡിയോ കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ വെയിറ്റ് കുറയണതിനെ ബാധിക്കണ ഫാക്ടേഴ്സ് എന്നുള്ളത് സംസാരിക്കാനായിരുന്നു ഇന്നത്തെ ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇതിൽ ഓരോ കാര്യങ്ങളെപ്പറ്റിയും എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രത്തോളം ഊർജ്ജം നമ്മൾ ചിലവാക്കുന്നുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എത്രത്തോളം ഊർജ്ജം നമ്മൾ കഴിക്കുന്നുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കുക. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അതല്ല, ഇതുപോലെ കാൽക്കുലേഷനൊന്നും ഒരുപാട് നടത്താതെ എന്തുമാത്രം ഊർജ്ജം കഴിച്ചു ചിലവാക്കി എന്നുള്ളതൊന്നും ചിന്തിച്ച് കഷ്ടപ്പെടാതെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മുടെ ഭക്ഷണം എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതും എനിക്ക് പറഞ്ഞു തരണമെന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഫ്യൂച്ചർ വീഡിയോസിൽ, ഞാൻ ഇനി ചെയ്യാൻ പോണ വീഡിയോസിൽ ആഡ് ചെയ്യണതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്കിന്ന് പറഞ്ഞു വെക്കണം എന്നുള്ളതുണ്ടായിരുന്നത്. നമ്മുടെ ബോഡി വെയിറ്റ് ലൂസ് ചെയ്യുക എന്നുള്ളതിൽ
എന്തൊക്കെ ഫാക്ടേഴ്സാണ് അതിനെ ബാധിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.